സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഒരാള് വന്നിട്ടുണ്ട്, ഞാനിപ്പോ കൂട്ടാൻ വന്നിട്ടുള്ളത്. ആരെയും കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. കൊറേ നാളായില്ലേ കണ്ടിട്ട്. അതെ അതെ. എവിടെ പോന്ന്? പാർക്ക് പോയാലോ? പോവാ. ധർമ്മേന്ദ്ര, ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഹിന്ദി പാട്ട് മതിയോ? മേരെ സനം പ്യാർ കാ കിതാബിൽ അന്താ ഹേ, दिल के मिल के पानी करार तरा है, मैं पानी तरा है. शाहजहान की प्रेम अच्छा है, रमणन का प्रेम ही कष्ट. അപ്പൊ അതിലെല്ലാം ചെയിനിട്ട് വെച്ചിട്ടല്ലേ, അതിലൊന്നും കയറാൻ പറ്റൂല. അപ്പൊ ഇതിലാണ് എൻട്രൻസ്. ഈ കാണുന്ന ഈ കുഞ്ഞു ഗേറ്റിൽ വേണം ഇതിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടിട്ട്. എപ്പോഴും നടക്കാൻ വന്നവരിലുണ്ട്. പാർക്ക് ടൈം 6 മണി തൊട്ട് 8 മണി വരെ. നേരത്തെ പാർക്കിന്റെ പേര് പറയാൻ മറന്നുപോയി. ഇതാണ് കദ്രി പാർക്ക്. കപ്പിൾസ് എല്ലാം ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലമാണിത്. ഈ ടൈം ആയതുകൊണ്ട് അറിയില്ല, കപ്പിൾസിനൊന്നും കാണുന്നില്ല. കുറച്ച് കഴിയുമ്പോ വരുമായിരിക്കും. വന്നിട്ട് നമ്മ കാണിച്ചു തരാട്ടാ. എവിടെ പോവലിപ്പോ? അതന്നെ ഞാൻ നോക്കുന്നു. നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. നല്ല എവിടെയും സ്ഥലം കിട്ടിയാ പോയിട്ട് ഇരിക്കാം. എല്ലായിടത്തും വെയിലാണ്. അങ്ങോട്ടോ? ഇങ്ങോട്ട് അറിയില്ല, പോയി നോക്കാം. ലാസ്റ്റ് ഒരു സീറ്റ് കിട്ടി. ബാക്കി എല്ലായിടത്തും ആളുണ്ട്. രണ്ടും പഴയ ഒരു ഫ്ലാറ്റ് എടുത്ത് രണ്ടും കൂടിയാ താമസം. അവിടെ പലരും വന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നില്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. വീടാകുമ്പോ വെയിലും ഇല്ല, ഇത്ര നല്ല സുഖവും. അതെ, നല്ല കാറ്റും ഉണ്ട്. പിന്നെ ഇവിടുത്തെ സ്ഥലം കൊറേ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. നമ്മൾ പിന്നെ കൊറേ നടന്ന് മടുത്തോണ്ട് ഇവിടെ റെസ്റ്റ് എടുക്കുന്നു. നമുക്ക് പോയാലോ? പോവാ. വീട് അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇതെല്ലാം കാണാൻ നല്ല രസമില്ലേ? കൊഴപ്പില്ല. ഈ ടൈം ആയതുകൊണ്ട് ഇങ്ങനെ ആൾക്കാരിലും കുറവാണ്. അപ്പൊ നമ്മള് പ്രതീക്ഷിച്ച പോലെ തന്നെ കപ്പിൾസ് ഉണ്ട് ആ ഫോണില്. നമ്മ ആരും പ്രൈവസിയിൽ ഇടപെടുന്നില്ല, അതുകൊണ്ട് ഫേസ് കാണിക്കാൻ പറ്റൂല. ചെറുതായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെ ഓരോ മൂലക്ക് ഓരോ ആൾക്കാരുണ്ടാവും. ഭവാനി ഒന്ന് മനസ്സിലാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഭവാനി കുലകൾക്കിടയിലേക്ക് വരുമോ? പിന്നെ ഇവിടെയാണ് ചിൽഡ്രൻസ് ഏരിയ വരുന്നത്. അപ്പുറത്ത് ഊഞ്ഞാലുണ്ട്, അങ്ങോട്ട് പോയാലോ? നടക്ക്, പോയി നോക്കാം. ഞാൻ പോയിട്ട് ആടട്ടോ. അത് നിനക്കില്ലെന്നല്ല, ചെറിയ പിള്ളേർക്കില്ല. ഞാൻ ചെറുതന്നെ, ഞാൻ പോയിട്ട് ആടും. ഏനാ അത് ചെറിയ പിള്ളേർക്കില്ല, അതാ 15 വയസ്സ്. ഓ, ഈ ആന്റിയാണ് ഈ കുഞ്ഞു പിള്ളേരെല്ലാം ആടുന്നത്. അതിനെ അത് പൊട്ടിച്ചിട്ട് അതിന്റെ പൈസ കൊടുക്കാൻ നിനക്ക് പറ്റൂല. ഒന്നുമില്ല, ഞാൻ അത്ര വെയിറ്റ് ഒന്നുമില്ല. വെയിറ്റിന്റെ ഒന്നല്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ വയസ്സ് ചെയ്ത് വെച്ചു. മെല്ലെ ആടുന്ന. മെല്ലെ ആടിയല്ലോ, അത് സൗണ്ട് എല്ലാം കേൾക്കുന്നു. ഇപ്പൊ പൊട്ടി പോകും. അത് പഴയതായോണ്ടായിരിക്കും. അത് പഴയതായോണ്ട് സൗണ്ട് കേൾക്കുന്നത്. പഴയൊന്നല്ല. അതെ മതി, ഇപ്പൊ ഇവിടുന്ന് കുറിച്ച് പുറത്താക്കും നമ്മളാ. വേമ്പ ഇവിടെ എത്ര ആൾക്കാരുണ്ട്. ഇത് ആൾക്കാരിൽ ഇരുന്ന് നോക്കുന്നു. ആളില്ലാത്ത തോന്നിയാസാ. ഇവിടെ ഊഞ്ഞാല് മാത്രല്ല, ഇങ്ങനത്തെ കൊറേ സാധനങ്ങളുണ്ട്. ഇവിടെ രാവിലെ എക്സസൈസ് ചെയ്യാൻ വരുന്നവര് കൊറേ ആൾക്കാരുണ്ട്. അവർക്കില്ലതാണ്. പിന്നെ ഇവളെ പോലത്തെ ഈ ആന്റി ആയിട്ടും കുഞ്ഞു സ്വഭാവം ഇല്ലവര് ഊഞ്ഞാലും പോയിട്ട് ആടും. ഇതെല്ലാം എങ്ങനെ ആക്കണ്ടേ അറിയോ? ഇല്ല. ആദ്യം നമ്മൾ ഇങ്ങനെ കേറി എന്നിട്ടാ ഇതിങ്ങനെ പിടിക്കാം. അങ്ങനെല്ലാം ഉണ്ടാവും. അത് ആദ്യമായിട്ട് ചെയ്യുന്നിടത്ത് അങ്ങനെല്ലാം ഉണ്ടാവും. അതൊന്ന് കമ്മയിൽ എന്ത് മനസ്സിലാക്കാം. വേണ്ടാത്ത പണിക്കൊന്നും നമ്മ പോണ്ടതാ. നോക്കി എന്ത് സുഖത്തിൽ ഉറങ്ങുന്നു, എന്ത് സമാധാനം. സുഖജീവിതം. അതെ.
ഇപ്പത്തെ പാർക്കിൽ ആരുമില്ല. അപ്പുറം ഇപ്പുറം 1-2 ആൾക്കാരുണ്ട്, അവരൊന്നും മൈൻഡ് ആക്കണ്ട. പിന്നെ ഇവിടെ ഒരു ട്രെയിൻ കാണുന്നുണ്ട്, പിന്നെ ഇതിൽ ആളൊന്നും കാണുന്നൊന്നുമില്ല. പിന്നെ ഇത് എത്ര മണിക്ക് എടുക്കല് അങ്ങനൊന്നും ടൈമിങ് കാര്യങ്ങളൊന്നും അറിയില്ല. ഇവിടെ അതിന്റെ ലോക്കോ പൈലറ്റ് ഒന്നുമില്ല. ഇത് ഓട്ടം അറിയുന്നവർക്ക് വന്നിട്ട് എടുത്തിട്ട് പോവാ. ഇവിടെ കാണിച്ചരാം. ഇതിൽ തന്നെ ചാവിയുണ്ട്, എല്ലാം ഉണ്ട്. എന്തെങ്കിലും ചവിട്ടാനെല്ലാം അറിയുന്നവര് എടുത്തിട്ട് പോവാ. ആരും ചോദിക്കാനും പറയാനും വരില്ല. സ്വന്തം റിസ്കിൽ വേണം എടുക്കാൻ വേണ്ടി. എന്തും പറ്റിക്കഴിഞ്ഞാല് നമ്മ ഉത്തരവാദിയാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ വെസ്റ്റല്ലേ അതുകൊണ്ട് പോകുന്നു അല്ലേ, ഫുഡ് കഴിക്കാൻ പോകാം അല്ലേ. പിന്നെ ഇതിന്റെ അപ്പുറം വേറൊരു പാർക്കുണ്ട്. പാർക്കിന്റെ പേര് കാണുന്നില്ല, ആടെ എത്തിയിട്ട് നോക്കിയിട്ട് പറയാം. ആ പാർക്കിൽ എൻട്രി ഫീ ഉണ്ട്. ഈ പാർക്കിലാണെങ്കിൽ എൻട്രി ഫീ ഇല്ല. അതുകൊണ്ട് ആടെ ആൾക്കാർ മിക്കവാറും കുറവായിരിക്കും. ഇപ്പറാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരല്. 2 പാർക്ക് ഓപ്പോസിറ്റ് മറ്റേ എൻട്രി ഫീ ഇല്ല പാർക്ക്, ഇപ്പുറം ഫ്രീ ആണ്, ഫ്രീ എൻട്രൻസ് ആണ്. ഇവിടെയാണ് ആൾക്കാർ മോർണിംഗ് വാക്കും ഈവനിങ് വാക്കും പിന്നെ വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാനും വരുന്ന സ്ഥലം. ഈ കാണുന്ന ഹോട്ടലിലാണ് നമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോകുന്നത്, കൈരളി ഹോട്ടലിൽ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടാന്നില്ലെങ്കിൽ ഫുഡ് കിട്ടി. ചപ്പാത്തിയും ചിക്കൻ ചില്ലിയാണ് ഓർഡർ ആക്കിയത്. അപ്പൊ എനിക്ക് കഴിച്ചിട്ട് വേണം. അങ്ങനെ ടിക്കറ്റ് എല്ലാം എടുത്ത് നാട്ടിലേക്ക് പോലെ സ്റ്റേഷനിലേക്ക് നടക്കുന്നു. ഇതാണ് നമുക്ക് കൊണ്ട് ട്രെയിന്. പക്ഷെ സീറ്റെല്ലാം ഫുള്ളായി. എവിടെയെങ്കിലും കാലിയുണ്ടോ നോക്കണം. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും.